അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തില് ചിലപ്പോഴൊക്കെ തോന്നാറില്ലേ, എല്ലാം കൈവിട്ടുപോയി, ഒരു വഴിയുമില്ല എന്ന്. അങ്ങനെയുള്ള സമയങ്ങളില് നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഒരിക്കലും പരാജയപ്പെടാത്ത ഒരു വാഗ്ദാനത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആനിലെ 3-ാമത്തെ ജൂസ് നമുക്ക് മുന്നിൽ തുറന്നുവെക്കുന്ന ആഴത്തിലുള്ള ചില പാഠങ്ങളിലേക്കാണ് നമ്മളിന്ന് ഒരുമിച്ചു പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുന്നിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ, ഏറ്റവും ശക്തമായൊരു കാരണം അല്ലെങ്കിൽ ഒരു യോഗ്യത എന്തായിരിക്കും? നമ്മുടെ പണമോ, പദവിയോ, അതോ നമ്മൾ ചെയ്ത ഏതെങ്കിലും നല്ല കാര്യങ്ങളോ? എന്തായിരിക്കും അത്? ഖുർആൻ തരുന്ന ഉത്തരം ഒരുപക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തിയേക്കാം. ഖുർആൻ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഒരു വിശ്വാസിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മുതൽക്കൂട്ട് അത് നമ്മുടെ ഈമാൻ അഥവാ നമ്മുടെ വിശ്വാസം തന്നെയാണ്, വേറൊന്നുമല്ല. സത്യവിശ്വാസികൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു ഉദാഹരണമാണ് സൂറത്ത് ആലു ഇമ്രാനിലെ ഈ ഒരു ആയത്ത്. എത്ര സിമ്പിൾ എന്നാൽ എത്ര പവർഫുൾ ആയ ഒരു പ്രാർത്ഥനയാണിത്, അല്ലേ? ഇതിലെ ആ ഒരു ഓർഡർ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവർക്ക് വേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നതിനു മുൻപ് ആദ്യം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്: റബ്ബന ഇന്നന ആമന്ന, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോ നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യമില്ലേ, അതിന്റെ കൃത്യമായ ഉത്തരം ഇവിടെയുണ്ട്. നോക്കൂ, അവർ ആദ്യം തന്നെ അവരുടെ ഈമാനാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നവരാണ് എന്ന ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവർ ചോദിക്കുന്നത്. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? 1. കഴിഞ്ഞുപോയ കാര്യങ്ങളിലെ തെറ്റുകൾ പുറത്തുതരാൻ. 2. വരാനിരിക്കുന്ന ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാഠം ഇതാണ്: അല്ലാഹുവിന്റെ മുന്നിൽ നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു മുഅ്മിനാണ് എന്നതാണ്. നമ്മുടെ ഏറ്റവും വലിയ അസറ്റും ആ ഈമാൻ തന്നെയാണ്. അപ്പോ സ്വാഭാവികമായും ഒരു സംശയം വരും. ഓക്കേ, നമ്മുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ഈമാനാണെങ്കിൽ ആ വിശ്വാസത്തിന്റെ പിൻബലത്തിൽ നമുക്കെത്രത്തോളം വലുതായി ചിന്തിക്കാൻ പറ്റും? മനുഷ്യന്റെ ലോജിക്കിന് ഇത് നടക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ചോദിക്കാൻ ഈമാൻ നമ്മളെ എങ്ങനെയാണ് സജ്ജമാക്കുന്നത്? നമുക്ക് നോക്കാം. അല്ലാഹുവിന്റെ ആ ഒരു കഴിവിനെ, ആ ഒരു പരമാധികാരത്തെക്കുറിച്ചൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഭയങ്കര പവർഫുള്ളായ കുറച്ച് വചനങ്ങളുണ്ട് സൂറത്ത് ആലു ഇമ്രാനിൽ. ഒന്ന് ആലോചിച്ചു നോക്കിയേ, എല്ലാ അധികാരങ്ങളുടെയും യഥാർത്ഥ ഉടമസ്ഥൻ അവൻ മാത്രമാണ്. അവൻ നൽകുന്നതിനോ എടുക്കുന്നതിനോ ഒരു പരിധിയുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്, അതായത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു കണക്കും നോക്കാതെ നൽകും. നമ്മുടെ കാൽക്കുലേറ്ററിലൊന്നും ഒതുങ്ങുന്ന കണക്കല്ലാതെ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തിരിച്ചറിവാണ് സക്കരിയ നബിയെ ആ പ്രായത്തിലും വാർദ്ധക്യത്തിലും ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ധൈര്യം കൊടുത്തത്. കാരണം ആളുകൾക്ക് അസാധ്യമായി തോന്നാം, പക്ഷേ നിർജീവമായതിൽ നിന്ന് ജീവൻ നൽകുന്ന, ഒരു കണക്കും ബോധിപ്പിക്കാതെ നൽകുന്ന റബ്ബിനോടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെയല്ലേ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് അതിരുകൾ വെക്കുന്നത്? ഇതൊക്കെ ചോദിച്ചാൽ നടക്കുമോ? എന്റെ പ്രായം കഴിഞ്ഞു, ഇനി എന്ത് നടക്കാൻ? ഈ ഒരവസ്ഥ ഇനി മാറാൻ ഒരു ചാൻസുമില്ല എന്നൊക്കെ നമ്മൾ തന്നെ ചിന്തിച്ചുകൂട്ടും. പക്ഷെ നമ്മുടെ ഈ ചെറിയ ലോജിക്കിന്റെ മതിലുകൾക്കപ്പുറത്താണ് അല്ലാഹുവിന്റെ കഴിവ് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവൻ കണക്കില്ലാതെ നൽകും, മരിച്ചതിൽ നിന്ന് ജീവൻ നൽകും, ഒരു വഴിയുമില്ലാത്തിടത്ത് നിന്ന് പുതിയ വഴികൾ തുറന്നുതരും. നമ്മുടെ പ്രാർത്ഥനകളിലെ ഈ ഒരു മാനസികാവസ്ഥയിലെ അല്ലാഹുവിന്റെ വാഗ്ദാനത്തിലും കഴിവിലുമുള്ള 100% ഉറപ്പ്, അതിനാണ് യഖീൻ എന്ന് പറയുന്നത്. എങ്ങനെ, എപ്പോഴുത്തരം കിട്ടും എന്ന നിബന്ധനകളൊന്നും വെക്കാതെ പൂർണ്ണമായി അവനിൽ ഭരമേൽപ്പിക്കുന്നൊരവസ്ഥ. പ്രവാചകൻ നമ്മളോട് പറഞ്ഞതിതാണ്: ഉത്തരം ലഭിക്കും എന്ന പൂർണ്ണ ഉറപ്പോടെ അല്ലാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇവിടെ ഒരു ചെറിയ തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ചോദിക്കുന്നത് അപ്പാടെ ഒരു മാറ്റവുമില്ലാതെ കിട്ടുമെന്നല്ല ഇതിനർത്ഥം. മറിച്ച് എന്റെ റബ്ബ് എനിക്ക് തരാൻ പോകുന്ന ഉത്തരം, അതെന്ത് തന്നെയായാലും എപ്പോ തന്നെയായാലും അതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള 100% ഉറപ്പാണ് യഥാർത്ഥ യഖീൻ. ഒരുപക്ഷെ അവൻ തരുന്നത് നമ്മൾ ചോദിച്ചതിനേക്കാൾ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ആ പ്രതിഫലം ആഖിരത്തിലേക്കൊരു നിക്ഷേപമായി മാറ്റിവെച്ചിട്ടുണ്ടാവാം. ആ തീരുമാനത്തിൽ പൂർണ്ണമായി തൃപ്തിപ്പെടുന്നൊരവസ്ഥയുണ്ടല്ലോ, അതാണ് യഖീൻ. അപ്പൊ നമ്മുടെ ഈമാനും യഖീനോടുകൂടിയ പ്രാർത്ഥനകളും, നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും, ഇതെല്ലാം ഒരു ദിവസത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റാണ്. നമ്മുടെ ഒരു തരി അധ്വാനം പോലും കുറഞ്ഞുപോകാതെ പൂർണ്ണമായി പ്രതിഫലം കിട്ടുന്ന ആ ഒരു ദിവസത്തേക്ക്. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് പേഡേ.
സൂറത്തുൽ ബഖറയിലെ ഈയൊരായത്ത് നമ്മൾ ജീവിക്കുന്ന ഓരോ സെക്കൻഡിനെക്കുറിച്ചും നമ്മളെ ബോധവാന്മാരാക്കുന്ന വളരെ ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. 3 കാര്യങ്ങൾ ഓർക്കുക. 1 മടക്കമുറപ്പാണ്. 2 പ്രതിഫലം ഫുള്ളായിരിക്കും, ഒരു കുറവും വരില്ല. 3 നീതി തികഞ്ഞതായിരിക്കും, അതായത് ഒരു ചെറിയ നന്മ പോലും വിട്ടുപോകില്ല, ഒരു ചെറിയ തിന്മ പോലും കണക്കിൽപ്പെടാതെയും പോകില്ല. അതുകൊണ്ട് ആ ദിവസത്തെക്കുറിച്ച് തക്വയോടെ ജീവിക്കാൻ, അതായത് എപ്പോഴും ഒരു ബോധത്തോടെ, ഒരു സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഖുർആൻ നമ്മളോട് പറയുന്നു. ഓരോ ആത്മാവിനും അത് പ്രവർത്തിച്ചതിന്റെ ഫലം കംപ്ലീറ്റായിട്ട് നൽകും. പക്ഷെ അതിലെ ഏറ്റവും വലിയ വാഗ്ദാനം, ഏറ്റവും വലിയ ആശ്വാസം എന്താണെന്നറിയോ? ആ അവസാനത്തെ ഭാഗമാണ്. വഹൂം ലാ യുദ്ലമൂൻ. ഒരാളോടും ഒരണുവോളവും അനീതി കാണിക്കപ്പെടുകയില്ല. എന്തൊരു അടിപൊളി കൺസെപ്റ്റാണല്ലേ ഇത്! നമ്മൾ ഈ ദുനിയാവിൽ ചെയ്യുന്ന ഓരോ നല്ല കാര്യവും ഒരു ഇൻവെസ്റ്റ്മെന്റാണ്. അതിന്റെ ശമ്പളം നമ്മുടെ അൾട്ടിമേറ്റ് സാലറി ഡേ അല്ലെങ്കിൽ പേ ഡേ വരുന്നത് അന്ത്യനാളിലാണ്. അതും വെറുമൊരു സാലറിയല്ല, അള്ളാഹുവിന്റെ വാഗ്ദാനം അവൻ ബോണസുകളോടു കൂടിയാണ് പ്രതിഫലം തരുന്നതെന്നാണ്. കാരണം ഒരു നന്മയ്ക്ക് അവൻ കുറഞ്ഞത് 10 ഇരട്ടി പ്രതിഫലം നൽകും. നമ്മുടെ ഒരു ചെറിയ നന്മ പോലും അവന്റെ അടുക്കൽ വെറുതെയായി പോകില്ല. അപ്പോ നമുക്ക് നമ്മളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രവൃത്തികളാണ് നാളത്തെ നമ്മുടെ പ്രതിഫലമെങ്കിൽ ആ വലിയ പേടേക്ക് വേണ്ടി ഇന്ന് ഞാൻ എന്റെ സമയവും സമ്പത്തും കഴിവും എവിടെയാണ് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു ചിന്ത നമ്മുടെ ഓരോ ദിവസത്തെയും കൂടുതൽ അർത്ഥപൂർണമാക്കട്ടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാം.